കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ലോട്ടസത്തമിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ബോഗൻ വില്ല തനു ഞാൻ പോറടിയാൽ തഴുകും ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ ഓടിവാ കരളേ പെണ്ണാള് പാടിവാ ലൗഗാനം ഓടിവാ കരളേ പെണ്ണാള് പാടിവാ ലൗഗാനം നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി പിള്ളൊത്ത കവിളിൽ ഗോൾഡൻ പ്രേമത്തിന്റെ ഹണിയോ കോപത്തിന്റെ കെണിയോ ഡോങ്കോ ഡോങ്കോ പൊങ്കിനാവിൻ കളിരേ മാറാതെ നീ എന്റെ മൈൻഡിൽ കുളിരേ ഓടിവാ കരിഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം ഓടിവാ കരിഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ കലമാനേ കനകമാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ സഞ്ജയ്, കുറെ ഹാർട്ടുകൾ നിറഞ്ഞൊരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടന് ചേച്ചിമാർ ചോദിക്കാം. ചോദിക്കാം. ആദ്യം ചോദിക്കണം. ചേട്ടൻ ചേട്ടാ പറയൂ. ചേട്ടാ വിവേകേട്ടാ പറയൂ. സഞ്ജയ്
ഐ ലവ് യു. അത് നമ്മൾ 3 പേര്. I love you also. I love Sanjay? you also. All. I love you also. അയ്യോ സഞ്ജയ് അടിപൊളിയായിരുന്നു കേട്ടോ. പേര് പക്ഷെ മൈൻഡ് ചെയ്യണല്ലോ നിന്നെ. നാണാണ്, ഭയങ്കര ഷൈ ആണ്. പേര് പല്ലൊന്നും ഇല്ല. എന്താ പേര്? മോളുടെ പേരെന്താണ്? Yeah. മിയാവെന്നാ? എന്തായാലും രണ്ടുപേരും അടിപൊളിയായിരുന്നു, പൊളിച്ചടുക്കി. Thank you. നിങ്ങൾ ആ പാട്ടിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്. അന്ന് മിക്സ് ആയിരുന്നു, ഒരു അടിപൊളി. രക്ഷയില്ല ഒരു അൺഎക്സ്പെക്ടഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇതായിരുന്നു. ആ ഡ്രീം സീൻ ഇല്ലേ, ഇങ്ങനെ ആലോചിച്ചിട്ട് സ്ലോ rewind. മോഷൻ റിവൈൻഡ് ചെയ്ത് പോകുന്നൊക്കെ കിടലനായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ശരിക്കും Thank you. മൂവിയിലൊക്കെ കൊണ്ട് എഫക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡാൻസിൽ ഇത്ര എഫക്ട്സ് വന്ന് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. പൊളിച്ചടുക്കി കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരുള്ളപ്പോ ലൈക് ഗ്രൂപ്പില്ലാണ്ട് എങ്ങനെ കളിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ Correct. നിങ്ങൾ രണ്ടുപേരും മതിയായിരുന്നു. അമ്മു വാലന്റൈൻ മന്തില് ഇത്രയും കിടിലം ഒരു പെർഫോമൻസ് അല്ലേ? ക്യൂട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് വെക്കാം നമുക്ക്. അതെ, IBF-ന്റെ വക ഒരു Yes. ക്യൂട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആണ് ഈ പെർഫോമൻസ്. സൂപ്പർ ആയിരുന്നു സഞ്ജയ്. ആൻഡ് മോള് അടിപൊളി കേട്ടോ. എക്സ്പ്രഷൻ ഒക്കെ എന്ത് കിടിലായിരുന്നു. ഇവിടുന്ന് കേറി വന്നപ്പോ തിരിഞ്ഞു നോട്ടം തന്നെ അടിപൊളിയായിരുന്നു. ആ പൂ കൊടുത്തത് ഇട്ടത് കണ്ട് താളത്തിലാണ് ഇങ്ങനെ എന്താ ചോദിക്കുക. പിന്നെ സഞ്ജയുടെ അച്ഛനും അമ്മയും ആദ്യം രണ്ടുപേരും ഒരുമിച്ച് അതിന്റെ എനർജിയാണ്, എനർജിയാണ്. അതിന്റെ എനർജിയാണ് സച്ചിക്കുട്ടന്. സഞ്ജയ് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? അതെ, ഈ മാറ്റത്തിൽ പിന്നിൽ എന്താണ്? അച്ഛന്റെ പ്രചോദനമാണോ? അല്ല, നിയാസ് മാസ്റ്റർ ഇതെല്ലാം പറഞ്ഞു. മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അല്ല അതൊക്കെ അവൻ ഇങ്ങനെ സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നിയാസ് മാസ്റ്റർ തന്നെ ആണോ? പറഞ്ഞു. നിയാസ് മാസ്റ്ററിന്റെ പെറ്റ് ആണോ സഞ്ജയ്? മാസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ സഞ്ജയ്ക്ക്? അച്ചോടാ. ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മോൻ ഇത്രയും ഹൈറ്റ്സിലോട്ടൊക്കെ എത്താൻ പറ്റുന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് സഞ്ജയ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. Thank you. വാലന്റൈൻസ് മന്ത് അങ്ങനെ നല്ല കിടിലനാക്കി മാറ്റി സഞ്ജയ്. സൂപ്പർ ആയിരുന്നു. ഇനിയുള്ള പെർഫോമൻസും ഇങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, ഇനിയുള്ള പെർഫോമൻസ് നല്ല കിടുക്കായിരിക്കും. സൂപ്പർ. അപ്പൊ സഞ്ജയ് ഓൾ ദി ബെസ്റ്റ്. ഓ മൈ ഗോഡ്. അടിപൊളി. Thank you.